1972 അപ്പോളോ 17 ശേഷം നാസ നടത്തുന്ന ലൂണാർ ഹ്യൂമൻ മിഷനാണ് ആർടെമിസ്. അതായത് 50 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കുക എന്നതാണ് ഈ ഒരു മിഷൻ കൊണ്ട് നാസ ലക്ഷ്യമിടുന്നത്. കൂടാതെ നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ പോലെ ചന്ദ്രനെ ചുറ്റുന്ന ഒരു ലൂണാർ ഗേറ്റ്വേയും കൂടെ ചന്ദ്രനിൽ നിർമ്മിക്കാനുള്ള ഒരു പ്ലാനും നാസയ്ക്കുണ്ട്. നാസ കൂടാതെ യൂറോപ്പ് സ്പേസ് ഏജൻസിയും കനേഡിയൻ സ്പേസ് ഏജൻസിയും സംയുക്തമായാണ് ഈ ഒരു മിഷൻ നടപ്പാക്കാൻ പോകുന്നത്. അപ്പോളോ മിഷനുകൾ പോലെ ആർടെമിസ് മിഷനും പല ഘട്ടങ്ങളിലായിട്ടാണ് നടത്താൻ പോകുന്നത്. അതായത് ആർടെമിസ് 1, 2, 3, 4 എന്നിങ്ങനെ ഈ ദൗത്യങ്ങൾ നീണ്ടുപോകും. അതിൽ ആർടെമിസ് 1 മിഷൻ 2022 വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു. ആർടെമിസ് 1 ആദ്യത്തെ മിഷൻ ആയതുകൊണ്ട് തന്നെ 2 റോബോട്ടുകളെ വെച്ചായിരുന്നു നാസ ഈ ഒരു ദൗത്യം നടത്തിയത്. എന്നാൽ ഇനി നടത്താനിരിക്കുന്ന ആർടെമിസ് 2 മിഷൻ 4 മനുഷ്യരെ വെച്ചാണ് നാസ നടത്താൻ പോകുന്നത്. ഈ കഴിഞ്ഞ 2023 നാസ ആർടെമിസ് 2 മിഷനിലേക്കുള്ള ആസ്ട്രോനട്സിനെ തിരഞ്ഞെടുത്തത്. അവർ ഇവരൊക്കെയാണ്: മിഷൻ കമാൻഡറായി റൈഡ് വിസ്മാൻ, മിഷൻ പൈലറ്റായി വിക്ടർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായി ക്രിസ്റ്റീന കോച്ച് ആൻഡ് ജെർമി ഹാൻസൺ. പക്ഷേ ഇവർ ഈ ഒരു മിഷനിലൂടെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങില്ല, മറിച്ച് ചന്ദ്രന്റെ അടുത്തൂടെ വലം വെച്ച് തിരികെ ഭൂമിയിലേക്ക് വരികയാണ് ചെയ്യുക. എന്നാൽ ചന്ദ്രനിൽ ഇറങ്ങുന്നത് ആർടെമിസ് 3ലെയോ 4ലെയോ ആസ്ട്രോനട്സ് ആയിരിക്കും. ഏതാണ്ട് 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു മിഷൻ ആയിരിക്കും ആർടെമിസ് 2. എന്നാൽ എങ്ങനെയാണ് നാസ ഈ ഒരു മിഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഇനി എങ്ങനെയുള്ള രീതിയിലാണ് ഈ 4 ആസ്ട്രോനട്സിനെയും കൊണ്ട് റോക്കറ്റ് ചന്ദ്രനിലേക്ക് പോകുന്നത്? നമുക്ക് നോക്കാം. ലോഞ്ചിന്റെ ദിവസം ആർടെമിസ് 2ലെ ആസ്ട്രോനട്സ് സ്പേസ് സ്യൂട്ട് ധരിച്ച ശേഷം ഫൈനൽ ചെക്കപ്പും കഴിഞ്ഞ് വാഹനത്തിൽ കയറി നാസയുടെ ഫ്ലോറിഡയിലുള്ള കെനഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് പാഡ് 39Bയിലേക്ക് പോകും. ഏതാണ്ട് 6 കിലോമീറ്ററോളം ദൂരമുണ്ട് സ്പേസ് സെന്ററിൽ നിന്നും ലോഞ്ച് പാഡിലേക്ക്. അവിടെ നാസയുടെ ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റ് ഘടിപ്പിച്ച 322ഓളം അടി ഉയരമുള്ള SLS റോക്കറ്റ് ഈ യാത്രയ്ക്ക് വേണ്ടി സജ്ജമാക്കി നിർത്തിയിട്ടുണ്ടാകും. ഏകദേശം 7 ലക്ഷം ഗ്യാലൻ ലിക്വിഡ് ഓക്സിജനും ഹൈഡ്രജനുമാണ് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി റോക്കറ്റിന്റെ പ്രൊപ്പല്ലന്റ് ടാങ്കിൽ നിറച്ചിട്ടുണ്ടാകും. റോക്കറ്റിന്റെ അടുത്തെത്തുന്ന ആസ്ട്രോനട്സ് റോക്കറ്റിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഓറിയോൺ ക്രൂ മൊഡ്യൂളിൽ സേഫായി കയറിയിരുന്ന ശേഷം എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഏവിയോണിക്സും ചെക്ക് ചെയ്യും. എല്ലാം ഓക്കെ ആയാൽ ലോഞ്ചിന് 12 സെക്കൻഡ് മുൻപ് റോക്കറ്റ് എഞ്ചിനിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഹൈഡ്രജൻ കത്തിക്കുകയും പിന്നീട് കൗണ്ട് ഡൗൺ 0 ആകുന്നതോടെ റോക്കറ്റ് ലോഞ്ച് പാഡിൽ നിന്നും മുകളിലേക്ക് കുതിച്ചുയരുകയും ചെയ്യും. ഏകദേശം 6 ദശലക്ഷം പൗണ്ട് ഭാരമുള്ള ഈ റോക്കറ്റിനെ മുകളിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി ഏതാണ്ട് 8.8 ദശലക്ഷം പൗണ്ട് ത്രസ്റ്റ് ആണ് വേണ്ടിവരുന്നത്. ഈ ഒരു ത്രസ്റ്റിന്റെ 75% ഉൽപ്പാദിപ്പിക്കുന്നത് റോക്കറ്റിന്റെ ഇരുഭാഗങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബൂസ്റ്റർ റോക്കറ്റുകളിൽ നിന്നാണ്. ബാക്കി ത്രസ്റ്റ് മെയിൻ എഞ്ചിനായ RS-25 നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഏകദേശം 2 മിനിറ്റുകൾക്കുള്ളിൽ സൈഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബൂസ്റ്റർ റോക്കറ്റുകളുടെ പ്രൊപ്പല്ലന്റ് തീരുകയും പിന്നീട് അവയെ റോക്കറ്റിൽ നിന്നും റിലീസ് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്യും. പിന്നീട് അങ്ങോട്ട് RS-25 എന്ന മെയിൻ എഞ്ചിൻ ആയിരിക്കും റോക്കറ്റിനെ മുന്നോട്ട് വഹിക്കുന്നത്. ഏകദേശം 3 മിനിറ്റിന് ശേഷം ആസ്ട്രോനട്സ് ഇരിക്കുന്ന ഓറിയോൺ മൊഡ്യൂളിന്റെ മുകളിലുണ്ടായിരുന്ന സംരക്ഷണ ഫെയറിംഗുകൾ റോക്കറ്റിൽ നിന്നും പുറന്തള്ളപ്പെടും. കുറച്ചുകൂടെ കഴിഞ്ഞ് 6 മിനിറ്റ് ആകുമ്പോൾ ഓറിയോൺ മൊഡ്യൂളിന് മുകളിലുണ്ടായിരുന്ന ലോഞ്ച് അബോർട്ട് സിസ്റ്റം റോക്കറ്റിൽ നിന്നും ഇജക്ട് ചെയ്തു പോകും. ഈ ഒരു സമയം കൊണ്ട് റോക്കറ്റ് സുരക്ഷിതമായി ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകും. ഏകദേശം 8 മിനിറ്റുകൾക്ക് ശേഷം റോക്കറ്റിന്റെ മെയിൻ എഞ്ചിൻ ഓഫ് ആവുകയും ശേഷം ഓറിയോൺ മൊഡ്യൂളും അതിനോട് ബന്ധിപ്പിച്ചിരിക്കുന്ന ICPS എന്ന അപ്പർ സ്റ്റേജ് എഞ്ചിനും മെയിൻ എഞ്ചിനിൽ നിന്നും വേർപെട്ടു പോകും. മെയിൻ എഞ്ചിനിൽ നിന്നും വേർപെട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഓറിയോൺ മൊഡ്യൂളിൽ ഘടിപ്പിച്ചിരിക്കുന്ന 4 സോളാർ പാനലുകൾ നിവർത്തുകയും പിന്നീട് അവ ഉപയോഗിച്ച് ഓറിയോൺ മൊഡ്യൂളിന്റെ ബാറ്ററികൾ ചാർജ് ചെയ്യാനും ആരംഭിക്കും. ഏതാണ്ട് 90 മിനിറ്റിന്റെ ഭൂമിയുടെ ഭ്രമണപഥത്തിന് ശേഷം അപ്പർ സ്റ്റേജ് എഞ്ചിനായ ICBS ജ്വലിക്കാൻ ആരംഭിക്കുകയും പിന്നീട് ഈ ഒരു എഞ്ചിൻ ഓറിയോൺ മൊഡ്യൂളിനെ ഭൂമിയുടെ ഉയർന്ന ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. എന്നാൽ ഉയർന്ന ഭ്രമണപഥത്തിൽ എത്തുന്നതോടെ ഓറിയോൺ മൊഡ്യൂളിൽ നിന്നും ICPS എന്ന അപ്പർ സ്റ്റേജ് എഞ്ചിൻ വേർപെട്ടു പോകും. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഓറിയോൺ ക്രൂ മൊഡ്യൂളും സർവീസ് മൊഡ്യൂളും മാത്രമായിരിക്കും ഉണ്ടാവുക. ശേഷം ഈ ഒരു ഭ്രമണപഥത്തിൽ വെച്ച് തന്നെ മിഷൻ പൈലറ്റ് ഓറിയോൺ മൊഡ്യൂളിന്റെ ചില മാനുവൽ ഹാൻഡിലിംഗ് ടെസ്റ്റുകൾ നടത്തും. പ്രധാനമായും ഭാവിയിലെ മറ്റു മിഷനുകളിലെ സ്പേസ് ക്രാഫ്റ്റുകളുമായി ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിംഗ് ചെയ്യുന്നതിനുള്ള ഒരു പ്രിപ്പറേഷൻ എന്നോണമാണ് ഇത്തരം ടെസ്റ്റുകൾ നടത്തുന്നത്. കൂടാതെ ഇത്തരം സാഹചര്യങ്ങളിലെ മൊഡ്യൂളിന്റെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്നിവയുടെ കാര്യക്ഷമതയും വിലയിരുത്തും. ഇതിനുശേഷം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, നാവിഗേഷൻ സിസ്റ്റം തുടങ്ങിയവ ഒന്നുകൂടെ ചെക്ക് ചെയ്യും. എല്ലാം ഓക്കെ ആണെങ്കിൽ മൊഡ്യൂളിനെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് സജ്ജമാക്കും. ഏകദേശം 23 മണിക്കൂറുകൾക്ക് ശേഷം ഓറിയോണിന്റെ സർവീസ് മൊഡ്യൂൾ ട്രാൻസ്ലൂണർ ഇഞ്ചക്ഷൻ നടത്തുകയും ഇത്
ഓറിയോൺ മൊഡ്യൂളിനെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് നയിക്കുന്നു. ഇത് ഏകദേശം 4 ദിവസത്തെ യാത്രയാണ്. ഈ ഒരു യാത്രക്കിടയിൽ ആസ്ട്രോനട്സ് സ്പേസ് ക്രാഫ്റ്റിന്റെ ഓരോ സിസ്റ്റങ്ങളും വിലയിരുത്തും. കൂടാതെ എമർജൻസി പ്രൊസീജിയേഴ്സ്, റേഡിയേഷൻ ഷെൽട്ടർ തുടങ്ങിയ കാര്യങ്ങൾ പരീക്ഷിക്കും. ഏകദേശം 4 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഓറിയോൺ മൊഡ്യൂൾ ചന്ദ്രന്റെ അടുത്തെത്തുകയും ചന്ദ്രനെ ഒരു തവണ വലം വെച്ച ശേഷം അവർ ഭൂമിയിലേക്ക് തിരിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ വിജയകരമായി നടന്നാൽ 50 വർഷത്തിന് ശേഷം ആദ്യമായി ചന്ദ്രന്റെ അടുത്തേക്ക് പോയ മനുഷ്യർ എന്ന റെക്കോർഡ് ഇവർക്ക് ലഭിക്കും. ഇനി തിരിച്ച് ഭൂമിയിലേക്കുള്ള യാത്രയ്ക്ക് ഏകദേശം 4 ദിവസത്തോളം വേണം. 4 ദിവസത്തിന് ശേഷം ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തുന്ന ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ക്രൂ മൊഡ്യൂൾ സർവീസ് മൊഡ്യൂളിൽ നിന്നും വേർപെടും. ശേഷം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ക്രൂ മൊഡ്യൂൾ മണിക്കൂറിൽ ഏകദേശം 25,000 മൈൽ എന്ന വേഗതയിലായിരിക്കും ഭൂമിയിലേക്ക് കുതിക്കുക. എന്നാൽ ഇത്രയും വേഗത ഉള്ളതുകൊണ്ട് തന്നെ വായുവുമായുള്ള വലിയ ഫ്രിക്ഷൻ കാരണം ക്രൂ മൊഡ്യൂളിന്റെ പുറത്ത് ഏകദേശം 5000 ഡിഗ്രി ഫാരൻഹൈറ്റ് ആയിരിക്കും താപനില. ഇത് സൂര്യന്റെ ഉപരിതലത്തിലുള്ള ചൂടിന്റെ പകുതിയോളം വരും. പക്ഷേ ക്രൂ മൊഡ്യൂളിന് പുറത്ത് ഹീറ്റ് റെസിസ്റ്റിംഗ് ലെയർ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ചൂട് യാതൊരു തരത്തിലും ഉള്ളിലെ ആസ്ട്രോനട്സിനെ ബാധിക്കില്ല. ഏതാണ്ട് ഭൂമിയുടെ സർഫസിൽ നിന്നും ഒരു നിശ്ചിത ഉയരത്തിലെത്തുമ്പോൾ ക്രൂ മൊഡ്യൂളിന്റെ സ്പീഡ് കുറയ്ക്കാനായി കൃത്യമായ ഇടവേളകളിൽ 11ഓളം പാരച്യൂട്ടുകൾ ഓപ്പണാക്കി 25,000 മൈൽ പെർ ഹവർ എന്ന വേഗതയെ കുറച്ച് 20 മൈൽ പെർ ഹവർ എന്ന വേഗതയിലേക്ക് എത്തിക്കും. ശേഷം പതിയെ ക്രൂ മൊഡ്യൂളിനെ പസഫിക് ഓഷനിലേക്ക് വീഴ്ത്തും. പിന്നീട് US നേവി, എയർഫോഴ്സ്, നാസ ഉൾപ്പെടുന്ന റിക്കവറി ടീം ക്രൂ മൊഡ്യൂളിനെ സമീപിക്കുകയും ആസ്ട്രോനട്സിനെ ഹെലികോപ്റ്ററിൽ കയറ്റി സുരക്ഷിതമായി കപ്പലുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും. പിന്നീട് ക്രൂ മൊഡ്യൂളിനെ സമുദ്രത്തിൽ നിന്നും കപ്പലിലേക്ക് വലിച്ചു കയറ്റി നാസയുടെ കെനഡി സ്പേസ് സെന്ററിലേക്ക് എത്തിക്കുന്നു. ഈ കഴിഞ്ഞ 2024 ആർടെമിസ് 2 നടത്തേണ്ടിയിരുന്നത്. എന്നാൽ ചില കാരണങ്ങളാൽ ഈ ഒരു മിഷൻ 2026 ഏപ്രിലിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ആർടെമിസ് മിഷനുകളിലൂടെ വിജയകരമായി ഒരു ലൂണാർ ഗേറ്റ്വേ നിർമ്മിക്കാൻ സാധിച്ചാൽ അത് ഭാവിയിൽ കൂടുതൽ ലൂണാർ ഹ്യൂമൻ മിഷനുകൾക്കും മാർസ് ഹ്യൂമൻ മിഷനുകൾക്കും വലിയ രീതിയിൽ സഹായകമായേക്കാം. കൂടാതെ മൂൺ ടൂറിസവും ഇതിലൂടെ സാധ്യമായേക്കുമെന്നാണ് പറയപ്പെടുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.